Hi friends, welcome to Alicia's Kitchen. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ ബ്രെയിൻ റോസ്റ്റ് ആണ്. ഇതിനായിട്ട് 1 കിലോ മട്ടൺ ബ്രെയിൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇതുപോലെ ഓരോ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന്റെ ലെയർ വിട്ടു പോകരുത്. ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളകുപൊടി, 1 സ്പൂൺ മട്ടൺ മസാല, 2 സ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ലെമണിൻ്റെ പാതി പിഴിഞ്ഞ് ആ ഒരു ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക. മസാല നല്ലതുപോലെ ചേർത്തിളക്കി പിടിപ്പിക്കുക. ഇതിന് ശേഷം ഇതൊരു 20 മിനിറ്റ്സ് ഇങ്ങനെ ഈ മസാല പിടിക്കാൻ വേണ്ടി നമ്മൾ വെക്കുക. ഓക്കെ, ഇതൊരു 20 മിനിറ്റ്സ് ഇങ്ങനെ മസാല പിടിക്കാനായിട്ട് ഇരിക്കട്ടെ. നമുക്ക് ആ സമയത്ത് ഇതിന് വേണ്ട മറ്റ് മസാലകൾ തയ്യാറാക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ വളരെ തിന്നായിട്ട് അരിഞ്ഞ സവാള നമുക്ക് ഇതിലോട്ട് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. 2 പച്ചമുളക് കൂടി ഇടാം. സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 സ്കാലിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കാലിൻ എന്ന് പറഞ്ഞാൽ വെള്ള ഉള്ളി, പച്ച ഉള്ളി എന്നൊക്കെ പറയും. അപ്പം നമ്മൾ പാഴ്സലി സെലറി പോലെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് 2 പീസ് കട്ട് ചെയ്തതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഒന്ന് ചേർത്തിളക്കുക. ഇതൊന്ന് വാടിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മട്ടൺ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ നേരത്തെ ബ്രെയിനിൽ മട്ടൺ മസാല ആഡ് ചെയ്തായിരുന്നു, 1 സ്പൂണേ ഇട്ടുള്ളൂ. അപ്പം 1 സ്പൂൺ ഇതിലൂടെ ആഡ് ചെയ്യുകയാണ്. മസാലയൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം ഇതിലോട്ട് ബ്രെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മസാല നല്ലതുപോലെ ഒന്ന് ചേർത്ത് ഇളക്കുക. ഇതിലൊട്ടും വെള്ളം ചേർക്കേണ്ടതില്ല, പെട്ടെന്ന് വെന്ത് വരും, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. $5 to 10 മിനിറ്റ്സ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റ്സ് ആയി. നമുക്കിതൊന്ന് തുറക്കാം. ഇനി നല്ലപോലെ ആവി വെള്ളമൊക്കെ അതിൽ നിൽപ്പുണ്ട്. നല്ലതുപോലെ വെന്ത് നല്ല തിളയ്ക്കുന്നുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല. ആ ആവിയിൽ നിന്ന് തന്നെയാണ് ഇത് ഇത്രയും വെന്തിരിക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് ചേർത്ത് ഇളക്കി നല്ല മണം വരുന്നുണ്ട്. നല്ല മണമായിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് അല്പം മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇനി ഇതൊന്ന് ഇത്തിരി റോസ്റ്റ് അല്ലേ, അപ്പം കുറച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അല്പം തുറന്ന് വെച്ചൊന്ന് വേവിക്കാം. ഒരു 2-3 മിനിറ്റ്സ് അത്രയും മതി. ഇപ്പോൾ ഇത് തന്നെ നല്ല വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ആവിയൊക്കെ നിന്ന് ആ വെള്ളം ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ ഒന്ന് ഈ അടപ്പെടുത്തിട്ട് ഒന്ന് തുറന്ന് വെച്ച് വേവിക്കുന്നത്. ഇതിപ്പോൾ നല്ല ചൂടോടെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മട്ടൺ ബ്രെയിൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.